ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ലീവായപ്പം വൈകുന്നേരം ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ കണ്ണസ്രാങ്ക് ഉണ്ട്. ആടാ ജെറ്റ് കാണോന്നറിയില്ല, ജെറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ വൈകുന്നേരം എന്താ പറയാ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന സ്പേസാണ്, സ്പോട്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് സ്പോട്ടാണിത്. ഇവിടുത്തെ ഒരു ഇൻറ്റൻസിറ്റി ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത്രയും ഒരു വെറൈറ്റി സ്പോട്ടാണ് കേട്ടോ അത്. ചെക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണസ്രാങ്കാണ് ഈ കിടക്കുന്നത്. ഇവ ഞാൻ കല്യാണം ആലോചിക്കുന്നുള്ളു. ഇതാ കിടക്കുന്നുണ്ടോ നമ്മുടെ മോജോ ഉള്ള ചെക്കൻ തന്നെ, അതാണ് കേട്ടോ കണ്ണസ്രാങ്ക് പെണ്ണാലോചിക്കുന്നത്. എന്താ സുഡു ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ട്. അജുവിന്റെ കല്യാണം മാത്രമേ കൂട്ടത്ത് കഴിഞ്ഞ്. പിന്നെ അച്ഛനെ കുട്ടി സെറ്റായി. പേര് അനുശ്രീ എന്നാണ് ഞാൻ വിളിച്ചിനി. ഓൾക്ക് ഓക്കെയാണ്. ഓനും ജോലിയില്ല, ഓൾക്കും ജോലിയില്ല. രണ്ടാൾ അച്ഛന്മാർക്ക് പെൻഷൻ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. സുഡു പെണ്ണ് കിട്ടാത്ത ഭയങ്കര സങ്കടത്തിലാണ്. ഇന്ന് അജുവിന്റെ ഒക്കെ മന്തി ഉണ്ട് കേട്ടോ എല്ലാവർക്കും. ഇന്ന് അജുവിന്റെ ഒക്കെ മന്തി ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പണി ഉണ്ടായിരുന്നു. അല്ല, ഐലാണ്ടന്റെ വീട് നമ്മള് ഇത് നന്നാക്കുന്നത്. അപ്പൊ അജുവിന്റെ വകന്ന് നമുക്ക് എല്ലാവർക്കും മന്തി ഉണ്ട് കേട്ടോ. അവന്റെ വൈഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. മുർഷി അവൻ അതേമാതിരി ഒന്നും മാറ്റമില്ല. അജുവിന്റെ അതേപോലെ തന്നെ. മുർഷി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണിക്കുന്നതാണ്. അജുന്ന് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് നമുക്കിന്ന് മന്തി മേടിച്ചു തരാൻ പോകുന്നത്. ഞങ്ങളുടെ അവിടുത്തെ ഫേമസ് ഫുഡ് ഇട്ടുള്ള സ്പോട്ടാണ് ഡേ ടു ഡേ. അടുത്ത മറ്റേ മന്തിന്റെ പേരെന്താ? അൽഫാമിന്റെ പേരെന്താ? പെപ്പർ ഗ്രേവി. അതാ ഇവൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അവന് ഓസിക്ക് തിന്നാൻ വേണ്ടി നടക്കുന്ന അവന് ഓസിന്റെ ആളാണ് അച്ചുട്ടൻ. അപ്പൊ ആരെങ്കിലും മന്തിയൊക്കെ കഴിക്കാൻ പോകണ്ടെങ്കിൽ നമ്മൾ അച്ചുട്ടനെ ഇതാക്കാൻ ഞാൻ നമ്പർ താഴെ പിൻ ചെയ്യാൻ പറ്റും. 26 വയസ്സായി 27ലേക്ക് അടുക്കാണ്. ഇതുവരെ ഒരു പണിക്കും പോയിട്ടില്ല. ഒരു കൊല്ലം പഠിക്കാനുള്ള നായിയെ ഞാൻ രാവിലെ പറഞ്ഞു നിസാഫ് ബാങ്കിത്തെ അസിസ്റ്റന്റ് മാനേജർ ആദ്യം. അപ്പൊ അവൻ അവിടുത്തെ സ്റ്റാഫ് കഴിഞ്ഞ് അന്ന് ഇവനെടുത്ത് പുറത്താക്കി. അതാണ് ഉണ്ടായത്. ബാങ്കിൽ നിന്ന് തിരിച്ചു വരുമ്പോ വൈകുന്നേരം അവിടെ പ്രിന്റ് ചെയ്യാൻ വെച്ച പേപ്പർ, സെലോ ടേപ്പ്, കത്രിക അതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരും. അപ്പൊ അങ്ങനെ എല്ലാരും സാലറിക്ക് വേണ്ടിട്ടാണ് ജോലിക്ക് പോവാറുള്ളത്. ഇവന്മാര് കട്ട് തിന്നാൻ വേണ്ടിട്ടാണ് ജോലിക്ക് പോയിണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ചൈത്രത്തിന്റെ മുതലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും വണ്ടി തട്ട് കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പേപ്പേഴ്സോ കാര്യങ്ങൾ റെഡിയാക്കണമെങ്കിൽ കണ്ണസ്രാങ്കിനെ കോൺടാക്ട് ചെയ്താൽ അവന്റെ നമ്പർ ഞാൻ താഴെ പിൻ ചെയ്ത് അവന് ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ കൊടുക്കാം. ഈ നമ്പർ കൊടുക്കുന്നുണ്ട് അവന് പ്രശ്നം ഉണ്ടെങ്കിൽ. അവന്റെ ഫാൻസൊക്കെ ആരെയും വിളിക്കുകയാണെങ്കിൽ അവന് ബുദ്ധിമുട്ടാവും. കല്യാണം നോക്കുന്നതാണ്. അപ്പൊ ചെക്കന് പ്രശ്നമാവും. പിന്നെ ഇവൻ ന്യൂസ് സ്റ്റാറിന്റെ തിരക്കുള്ള ബസ്സിൽ മാത്രം. ന്യൂസ് സ്റ്റാർ ഏതാ? കോഴിക്കോടേക്ക് പോയി തിരക്കുള്ള ഏത് ബസ് ഉണ്ടോ അതിനകത്ത് സജി ഉണ്ടാവും ഏറ്റവും മുന്നില്. അവൻ കണ്ട ക്ലീൻ ഷേവ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അവന് വലിയ മീശൊക്കെ ഉണ്ടായിനി, ഇപ്പൊ ഒഴിവാക്കി. എന്താ കണ്ണസ്രാങ്ങിന് എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഐലാണ്ടൻ ഇന്ന് പോയിട്ടുണ്ട്, ജോലിക്ക് പോയി. ഓൻ PWD ഒരു സ്റ്റാഫാണ്. അപ്പൊ 15 ദിവസം വർക്കിങ്ങും 15 ദിവസം ഹോളിഡേ ആണ് കേട്ടോ. അജു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫാണ്. എന്താ അവിടുത്തെ പോസ്റ്റ് എന്താ? SC കാറ്റഗറി പെട്ട അല്ല, എന്റെ ജോലി എന്താ? അവിടെ പരിപാടി എന്താ? സർവേ എന്യൂമറേറ്റർ. കട്ട് ചെയ്യാം. ഇതിനോടൊക്കെ പണി വേണോ വെച്ചിട്ട് വേണ്ടാറിനാണ്.
അപ്പൊ ഞങ്ങൾക്ക് ഇത്ര ദിവസം 3 ദിവസം ലീവ് ആയിരുന്നു കേട്ടോ. ശനി ഞായർ തിങ്കൾ ഓണത്തിന് 3 ദിവസത്തെ വെക്കേഷൻ. ഇനി നാളെ കഴിഞ്ഞാൽ ജോലിക്ക് പോകണം. സുഡോന് ജോലിക്ക് പോകണെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓൻ്റെ മൊലാളം ചെന്ന് കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൻസ്രാഗിന് IPO കിട്ടിയ ഷെയർ ഉണ്ട് കേട്ടോ. ബജാജ് ഹൗസിങ്ങിന്റെ 15,000 രൂപയുടെ എത്രയാണ് കിട്ടിയ 20,000 രൂപ ഒറ്റ ദിവസം കൊണ്ടാണ് പ്രോഫിറ്റിന് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇതാ അവന്റെ വക ചെലവുണ്ടെന്ന് എല്ലാവർക്കും. എന്നാ ചെല്ലിയാ ഞങ്ങളുടെ 90s കിഡിലെ ഏറ്റവും വലിയ മെയിൻ മനുഷ്യനാണ് കേട്ടോ. 90-ന്ന് ഇപ്പോഴും ഒരു മാറ്റില്ലാത്തൊരു ചെക്കനാണ്. ഇവന് പറ്റിയ കുട്ടിയുണ്ട് കാണാം. ആ ചെറിയ മുഖം കാണിച്ചാ കറക്റ്റ് കാണിച്ചാ കണ്ടാ. നല്ല ഭംഗിയുള്ളൊരു ചെക്കൻ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മനുഷ്യനാണ് കണ്ടാ. ഇപ്പോഴും ഫുഡിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത്. അവന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുറിച്ച് കണ്ടാൽ ഞാൻ അവനെ ഒഴിവാക്കുമോ ഞങ്ങൾക്ക് അറിയൂല. അവിടുത്തെ സ്പോട്ട് ഉണ്ടോ? ആഹാ ബുദ്ധപ്പേരും. ഇവിടെ നോക്കി നമുക്ക് ചന്ദ്രനെ കാണാം കേട്ടോ. ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളടിക്കാറ് സ്പോട്ടാണ്. അപ്പം ഇവിടെ ഫുള്ള് പകല് ഫുള്ള് സിഗരറ്റ് വലി. അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ പിന്നെ അങ്ങനെ ആർക്കും ഒന്നുമില്ല. ഞങ്ങൾ പൂളപ്പൊരി ഇഞ്ചി മിഠായി അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതാവുന്നതാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കണ്ണസ്രാങ്ക് നല്ല ചെക്കനാ കണ്ട. നമ്മളെ കണ്ണസ്രാങ്ങനെ കണ്ടില്ല എല്ലാരും. വെൽ സെറ്റിൽഡ് ആണ്. അതിലുപരി നല്ലൊരു ചെക്കൻ കേട്ടോ. ആ ചൈത്രം അവന്റെ എത്ര എനിക്ക് എത്ര ചൈത്രം 40% എത്ര പെർസെന്റ് ഷെയർ ഉള്ള 40 വരുന്നുണ്ട്. പുഷ്പ സുഡു ജോലി നിർത്താനുള്ള പ്ലാൻ കേട്ടോ. സുഡുവിന് ജോലിക്ക് പോകാൻ തീരെ താല്പര്യമില്ല. സ്വന്തമായിട്ട് ഇതാക്കണം. അതിനുകൊണ്ട് നിക്കോടെക്സ് കണ്ട അതൊന്നും അതിനകത്ത് മാറ്റിയതാ. സിഗരറ്റ് വലി നിർത്താൻ വേണ്ടിട്ട് കിക്കായിട്ടുണ്ട്. പറഞ്ഞോ കറക്റ്റ് കാണാം. ഇതാണ് നമ്മളെ സായി. സായി എന്ന് പറഞ്ഞാൽ അപ്പൊ ഓനെ കെട്ടാൻ താല്പര്യമുള്ള പെൺകുട്ടികള് ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടാ. ഇനി കാണുന്ന ആരെയും അവരുടെ മക്കളോ പേരമക്കളോ കമന്റ് ഇട്ടാ മതി. എസ് ഇട്ടാ മതി. ഓരോ ദിവസവും വിളിക്കും. അല്ല അവന് ചൈത്രത്തിലൊക്കെയാണല്ലോ ഓരോ ദിവസവും വണ്ടിക്കാർ ഓരോരുത്തരും വിളിക്കില്ലേ. അതേ ഒരു സെറ്റപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതാരും വേറൊരു ഡബിൾ മീനിങ് ആയിട്ട് എടുക്കരുത് കേട്ടോ. നമ്മളെ നല്ലൊരു ഇതായിട്ട് പറയുന്നത്. ആ ഗീവ് അവേ പോലെ നല്ല കമന്റ് ചെക്കന് ഗീവ് അവേ. ആ ഓക്കെ നല്ല കമന്റ് ഇട്ടാ കണ്ണൻ ഫ്രീ. കണ്ണൻ ഫ്രീ. ഒരു തട്ടലും മുട്ടില്ലാത്തൊരു വണ്ടിയാണ്. പറഞ്ഞോ റെക്കോർഡാ പറഞ്ഞോ. നമ്മളെ പേജിൽ ആദ്യത്തെ ഗീവ് അവേ ആണ്. തട്ടലില്ല മുട്ടലില്ല നല്ല വണ്ടി. ഇല്ലാത്തൊരു വണ്ടിയാണ്. ഒരു 95 മോഡല്. ഇപ്പൊ ഈ വീഡിയോന്റെ താഴെ സായ് ഐ ലവ് യു സായ് എന്ന് കമന്റ് 3 ആൾക്കാർക്ക് അതിൽ തെരഞ്ഞെടുക്കുന്ന 3 ആൾക്കാർ ഒരാൾക്ക് നറുക്കിട്ടാണ് നമുക്ക് ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഫ്രീ. ഓക്കെ ചെക്കന് സ്വന്തമായിട്ട് മോജോ കാരണം പറയാം. നെക്സോൺ ഏതാ? ടാറ്റ നെക്സോൺ സ്വന്തമായിട്ട് മോജോ ഉണ്ട്. മഹീന്ദ്ര മോജോ ഉണ്ട്. ടാറ്റ നെക്സോൺ ഉണ്ട്. 2013 മുതൽ ഡിയോ ഉണ്ട്. ചെക്കൻ റിച്ച് ആണ്. ഫിൽറ്റി റിച്ച് ആണ്. അത്രയും ഉണ്ട്. PS3 ഉണ്ട്. ഗെയിം കളിക്കാനുള്ള താല്പര്യമുള്ള കുട്ടികളൊക്കെ. ഇവന് പിന്നെ ഗീവേക്ക് വരുന്നാലും ആരും വരൂല. ഇതിന് അവർക്ക് ആവശ്യമില്ല. ചുള്ളിവിലൊരു ഗീവേക്ക് ആരെയും കെട്ടാനുള്ള പ്ലാനിലാണ്. സമ്മതിക്കില്ല. കൊടുക്കില്ല. ഇത് തട്ടലും മുട്ടലും സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. ചെക്കനാകെ ഇവൻ ശരിക്കും ഞങ്ങളുടെ അവിടെ ഒരു കാര്യം കൊണ്ട് പറയാണ്ട്. ഇവൻ ശരിക്കും ഞങ്ങളുടെ കൂടെ നടക്കൂലായിരുന്നു. ഇവന് വേറൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പം അവിടെ പറയില്ലേ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ ഓനൊരു ഒഴിവാക്കി. നോക്ക് സനുവേട്ടൻ നോക്കോ കല്യാണം കഴിഞ്ഞപ്പോ സനുവേട്ടൻ ഷമീർ അർസലാക്ക അങ്ങനെ ഒരു ടീമൊക്കെ ഉണ്ട് കേട്ടോ അവന്.
അപ്പൊ അവരുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ പെണ്ണ് സെറ്റായപ്പം ഇവന് മാത്രമേ പെണ്ണില്ല. ഇന്നലെ ഓണപ്പരിപാടിയായിട്ട് ഇന്നലെ ഓണപ്പരിപാടിയായിട്ട് സനിയേട്ടന് വീട്ടിൽ പരിപാടി ഉണ്ടായിരുന്നു, ഓണപ്പരിപാടി. അങ്ങനെ ഇവന് മുറിച്ചും പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളോട് പിന്നെ കല്യാണം വെച്ചിട്ട് കുഴപ്പമില്ല. ഇവര് അത്രയും കട്ട ഫ്രണ്ട്സേനി. എന്നിട്ട് ഇവന് ഒഴിവാക്കി. അന്ന് പെണ്ണില്ലാണ്ടോ അന്ന് വിളിക്കാന്. കണ്ണില് കൈ അങ്ങനെ ചെക്കനെ മാത്രം പരിപാടിക്ക് വിളിച്ചിട്ടില്ല. അല്ല ഇതെന്താ ഇവൻ പെണ്ണ് കെട്ടൂല എന്ന് പറഞ്ഞിട്ട് ശപഥം ചെയ്തവന് മനസ്സിലാട്ടോ. കമ്പിയെ പ്രണയിച്ചവനാണ്. നല്ല ചെക്കനാണ്. വേണ്ട തട്ടലില്ല, മുട്ടലില്ല, വലിയില്ല, കൊടിയില്ല. ഇല്ല, ഇത് ഫുള്ള് ഇത് നാട്ടുകാരോ സത്യം ഞാൻ പറയുന്നേ. ഞാൻ ഒരു കള്ളനതി പറയുന്നില്ല. ഞാൻ നല്ലത് മാത്രമേ ഇതാ വീട്ടിലറിഞ്ഞ പ്രശ്നം എന്നൊക്കെ പറയുന്ന ചെക്കൻ. ഇതാ അവന്റെ അമ്മ അങ്ങനെ രമണീച്ച് എങ്ങനെ കാണുകയാണെങ്കിൽ പിന്നെ അതാ ഇവന് പണ്ട് എന്നും കുളത്തിൽ ജെട്ടിട്ട് കുളിക്കാൻ വേട്ടോ. അത് പറയാൻ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടില് പ്രധാന മുക്കുവെന്ന് കേട്ടോ അച്ചുടൻ. എന്താ പറയാ ഒരു അച്ചുടൻ സുഡിനെ കുറിച്ച് പറയാണ്ട്. എന്നിട്ട് ഈ കുറച്ച് പറഞ്ഞോ. ഞാൻ മരത്തിന്റെ ചൂണ്ടിട്ടോ ഇവൻ ചോട്ടുകൂടെ അച്ചുടൻ ചൂണ്ടൊക്കെ മീനാ വിചാരിച്ചിട്ട് ഇല്ല ഒന്നും ഇട്ടുണ്ടാവില്ല. ആകെ ഒരു വെള്ളിന്റെ അരിഞ്ഞാൽ തിളങ്ങും. ചക്ക വെള്ളി അരിഞ്ഞാണ് മാത്രം ഇട്ട് പണ്ട് കുളിക്കാൻ പോയിന്. ഒന്നും ഇടും കേട്ടോ, ഫുൾ ഇങ്ങോട്ട് വരും ആ കുളത്തിൽ കിടന്നിട്ട്. എന്നിട്ട് 7 മണി 7:30 നമ്മളാ നീട്ടി പോവാ രാവിലെ. അച്ഛൻ്റെ നാട്ടിൽ പ്രധാന മുക്കുവനാട്ടോ. അച്ഛൻ്റെ 2 അനിയന്മാരുണ്ട്, ആദർശും ആദിത്യനും. പ്രധാന ഒരൊക്കെ ഇപ്പോൾ ഔട്ടായി, ഫീൽഡ് ഔട്ടായി. അച്ചുടൻ ഇപ്പോഴും 90-ലെ കിഡ് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ 90s കിഡിലെ മെയിൻ സംഭവം ഓനാണ് ഉള്ളത്. അപ്പോൾ ഓനാണ് ഇപ്പോഴും ഔട്ടാവാത്തത്. ചെക്കന്മാരൊക്കെ നല്ല നിലയിലെത്തി. ചെക്കൻ ഇപ്പോഴും ഇവിടെ ഇതാ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് വെള്ളിയരിഞ്ഞാണത്തെ ആളിതാണ്. അപ്പോൾ ഒന്ന് വെള്ളിയരിഞ്ഞാണ് ഗീവ് വെച്ചാലോ? ആ വെള്ളിയരിഞ്ഞാനെ കളിച്ചു കൊടുത്താ കാണിക്കടാ. ഇപ്പൊ ഇല്ല, ഇപ്പൊ അടിച്ച് ഇപ്പൊ ചേരടാ. ഒരു ഷെഡ് ഇട്ട് വന്നതാ രാവിലെ. ഇതുവരെയുള്ള ഷെഡ് ഒരുമിച്ചാ. പണ്ട് വേണ ഒരു ഷെഡ് ഉണ്ട്, അത് നല്ല വെള്ള ഷെഡ്. അത് അച്ചുട്ടനാ. ആൾക്കാരെ കേട്ടടാ പോയി. അപ്പൊ ഇതാട്ടോ ഞങ്ങളുടെ പ്രധാന സ്പോട്ട്. ഇതാണ്ടോ ഇവിടെ ഫുള്ള് ശരിക്കും പിള്ളേരാവട്ടെ. ഒന്ന് മൺഡേ ആണ് കേട്ടോ. ഒന്ന് ഓണത്തിന് ലീവ് തിങ്കളാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തതല്ലാണ്ട്. ഞങ്ങളുടെ ടീം എല്ലാവരും ഉണ്ടാവുന്ന കേട്ടോ അവിടെ. ഇന്നെല്ലാവരും വളരെ അംഗസംഖ്യയോടെ കുറവാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ ജൂനിയേഴ്സ് കുറച്ച് പിള്ളേരുണ്ട്, ഞങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇന്ന് ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഒന്നുള്ളൂ. ഇന്ന് അജുവിൻ്റെ മന്തി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആരും വിളിച്ചിട്ടില്ല. അവൻ ചിലവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. അല്ല മന്തി മതി പറഞ്ഞു പോയി. അപ്പം ഇനി മന്തി വേണം. അപ്പം ഞാൻ വീണ്ടും പറയാം, ഞങ്ങളുടെ നാട്ടിൽ ഫേമസ് ഡേ ടു ഡേയിലെ പെപ്പർ ഗ്രേവി. എന്താ പെപ്പർ ഗ്രേവി എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടോ? നല്ല സ്നേഹം എല്ലാവരോടും, നല്ല ചെലവ്. പിന്നെ ആ കണ്ണസാങ്ങിന് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് 20,000 രൂപ ഉണ്ടാക്കിയ മോനെ നല്ലൊരു പേടല്ല. ഒരു ദിവസം കൊണ്ട് 10,000 രൂപ ഉണ്ടാക്കിയാണ്. ണ്ടോ അത് വേണ്ട. ചെക്ക ഇരിക്കുന്നുണ്ടോ? നല്ല ഭംഗിയിലിരിക്കുന്നത്. മറ്റേ ചർച്ചകളിട്. ഏതാ വേണ്ടി എന്താ വേണ്ടി എന്താ അഭിപ്രായം? സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളത് അച്ഛന് അച്ഛാ കണ്ണസ്രാങ്ങിന് ജോലിക്ക് പോകാൻ ഇഷ്ടമാണോ? പിന്നെ ജോലിയല്ല. ഓ മലയാളി കാണുന്ന ഞങ്ങൾ അവന്റെ മുതലാളിക്ക് അയച്ചിറങ്ങി വെച്ചിട്ടോ അങ്ങനെ നല്ല ജോലിയൊക്കെ പറഞ്ഞു. എടുക്കാൻ പ്രാകും ഇന്ന് പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട്. സുഡുവിന് പിന്നെ തീരെ താല്പര്യമില്ല. എല്ലാരും സ്വന്തമായിട്ട് ഏൺ ചെയ്യാം. അതായത് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുക. ഇവ അത് പറഞ്ഞ ഇവ പണ്ട് എന്താ പറയാ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവത്തിന് കപ്പലണ്ടി ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇവൻ 100 രൂപയ്ക്ക് എടുത്ത് കപ്പ തന്നെ മേടിച്ച് എന്നിട്ട് ഉത്സവം ഇവർ രണ്ടൊരു പാർട്ട്നേഴ്സ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും തന്നെ അത് ഫുള്ള് തിന്നു തീർത്ത്. കടലയില് ഒരു 5-6 മിനിറ്റ് ഉണ്ടാവും. ബാക്കി ഞങ്ങള് തിന്ന് ബാക്കിയുള്ള പൈസക്ക് ഞങ്ങള് മുട്ടായി വാങ്ങി. അതാണ് ഓന്റെ ബിസിനസ്. അപ്പം ഓൻ തുടങ്ങിയ നാട്ടുകാർക്കൊക്കെ അത് ലാഭമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. കടല ചുട്ടുന്ന വീട്ടുകാര് എന്തായി? ഞാൻ അവിടുന്ന് തുടങ്ങിയ ബിസിനസ്. അതിന്റെ ശേഷം ഒരു ബിസിനസ്സും ചെയ്തിട്ടില്ല. ഇജാണ് എന്റെ പാർട്ട്ണർ. അതാണ് ഞാൻ സുഡൂന് പിന്നെ സ്വന്തമായിട്ട് കൈത്തൊഴിൽ ഞാൻ പറഞ്ഞ കേട്ടോ. അവന്റെ ആശാരിയാണേ. പിന്നെ അവന്റെ സ്വഭാവം ഇതൊന്നും ശരിയിലായിട്ട് ഇപ്പുറത്ത് പുറത്തേക്ക് അതാ പറഞ്ഞല്ലോ. അത് പറഞ്ഞത് ഓൾറെഡി പറഞ്ഞു. അവൻ ഫിഷിംഗ് ഫ്രീക്കിന്റെ ഒക്കെ ഒരു അനുജനായിട്ട് വരും കേട്ടോ ശരിക്കും. അവനൊക്കെ പണ്ടേ എന്താ പറയുക ഫിഷിംഗ് ഫ്രീക്ക് ഒക്കെ തുടങ്ങണേ മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിൽക്കേണ്ട ആളോ ഞാൻ അശ്വിൻ ഫ്രീക്സ് പറഞ്ഞിട്ട് വന്ന് ഫസ്റ്റ് തന്നെയാണ്. അവനുണ്ട് എന്താണ് സൗന്ദര്യ ശാപമായ ഒരു പാവം പെരിയാട്ടിപ്പാറക്കാരൻ. അതാണ് അച്ചുട്ടൻ. ടിക്ടോക്ക് ഉണ്ടായിരുന്നു. ടിക്ടോക്കിൽ സ്റ്റാർ ആയ ടൈമിലാണ് ടിക്ടോക്ക് പോയത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയി. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് പേര് അടിക്കുക. അക്കൗണ്ടിന്റെ പേര് പറ. അക്കൗണ്ടിന്റെ പേര് അശ്വിൻ TV5. അതന്നെ. കിണിങ്ങിണി വെൽബെട്ട് എന്ന് പറയടാ. അതവിടെ ഇപ്പൊ ഇരുട്ടായി തുടങ്ങിട്ടോ. വെളിച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടേ. അപ്പൊ ഞങ്ങള് ബാക്കി വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീക്കെൻഡിൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആകെ ലീവ് ഉള്ളത് അടുത്ത ഞായറാഴ്ചയാണ്. എല്ലാവരും പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ തീരെ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് ഞാൻ തുടങ്ങാനൊരു പരിധി അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സംഭവമൊക്കെ തുടങ്ങുന്നുള്ളു. അതെ ഞാനും സുഡും അച്ചുട്ടൻ ഓൾറെഡി ഇപ്പൊ ജോലി ഇല്ല കേട്ടോ. രാജി വെച്ചിട്ടോ. സുഡു നിർത്താൻ പറഞ്ഞപ്പോ രാജിവെച്ച്. ഇപ്പൊ സുഡു ഞാൻ ജോലി നിർത്താൻ പോവാണ്. അപ്പൊ ഞങ്ങൾ അത് പറയാൻ ഡിസംബറിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ആർക്ക് അത് പറയല്ലേ അപ്പോ ഞങ്ങൾ ട്രിപ്പിന്റെ വീഡിയോ പിന്നെ ഇടുന്നുണ്ട്. അതപ്പോ ഒരു വെറൈറ്റി യാത്രയാണ് പോകാൻ പോകുന്നത്. ഇപ്രാവശ്യം ആരും പോവാത്ത സ്പോട്ട് അങ്ങനെ ഫുള്ള് വെറൈറ്റിയാണ്. ആരും ചെയ്യാത്ത ബിസിനസ്, ആരും ചെയ്യാത്ത യാത്രകൾ. കണ്ടോ ഈ സ്പോട്ടൊന്നും അങ്ങനെ ആരും വെറൈറ്റി ആയിട്ട് ആരും വൈബ് ചെയ്തിട്ടില്ല. കണ്ടോ കണ്ടോ ഇവിടെ നോക്കിയ ചന്ദ്രനെ കാണാൻ പറ്റൂട്ടോ. കണ്ടോ അങ്ങനെ നല്ല ഇന്റൻസിറ്റി കണ്ട കണ്ട ഓറഞ്ച് കണ്ട ആര് കണ്ട നല്ല സ്പോട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് അടുത്ത അച്ചുട്ടന്റെ വെൽബട്ടൻ എല്ലാരും നെക്കി പൊളിക്കണേ. ഓക്കെ ബൈ.